നമസ്കാരം. ഇസ്രായേലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടന പരമ്പരയിൽ രാജ്യം ഞെട്ടിയിരിക്കുകയാണ്. അതായത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണം ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്നായിരുന്നു. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഭീകരന്മാർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുകയും ജനങ്ങൾക്ക് നേരെയും പോലീസിന് നേരെയും അതുപോലെ തന്നെ പട്ടാളത്തിന് നേരെയും ആക്രമണം നടത്തുകയും കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കുറച്ച് ആളുകളെ ബന്ദികളാക്കി തിരികെ പോകുമ്പോൾ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. അത് ഒരു പരിധിവരെ ഈ അടുത്ത കാലത്തായി ഇസ്രായേൽ എന്ന രാജ്യത്തെ ഞെട്ടിച്ച ഒരു വലിയ ഭീകരാക്രമണമായിരുന്നു. 1000-ഓളം ഇസ്രായേലി പൗരന്മാരാണ് അന്ന് മരിച്ചു വീണത്. അതിനുശേഷം രാജ്യം വീണ്ടും ഞെട്ടിയത് ഇന്നാണ്. അതായത് 3 ബസ്സുകളാണ് സ്ഫോടനങ്ങളിൽ കത്തി അമർന്നത്. ബസ്സുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, ആളപായം ഉണ്ടായില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ ബസ്സുകളിൽ വലിയ സ്ഫോടനം തന്നെയാണ് ഉണ്ടായത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ പൊടുന്നനെ പെട്ടെന്ന് തീയും പുകയും ഉയരുകയായിരുന്നു. ഈ ബസ് മുഴുവൻ കത്തി അമരുകയായിരുന്നു. മാത്രമല്ല 2 ബസ്സുകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ബസ്സുകൾ നിറയെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതായത് വലിയ ഭീകരാക്രമണം നടത്തുകയായിരുന്നു ഉദ്ദേശം എന്ന് വ്യക്തമാണ്. പക്ഷേ പാളിപ്പോയി, ആക്രമണത്തിൻ്റെ സമയം തെറ്റിപ്പോയി എന്ന് വേണം കരുതാൻ. ഇതിനു പിന്നിൽ ഹമാസ് ആണോ മറ്റേതെങ്കിലും ഭീകര സംഘടനയാണോ എന്ന് ഇസ്രായേൽ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ ധാരണയിലാണ്. ആ വെടിനിർത്തൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ പക്കലുണ്ടായിരുന്ന ബന്ദികളെ ഇവർ ഘട്ടം ഘട്ടമായി ഇസ്രായേലിന് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആക്രമണമൊക്കെയും ഇസ്രായേൽ നിർത്തിവച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നും ഇസ്രായേൽ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഹമാസ് ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ ചില ആക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ടാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയത് എന്ന ചില സന്ദേശം ഇപ്പോൾ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആരാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയത് എന്നത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം ഇപ്പോൾ എന്തായാലും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേലിലെ മുഴുവൻ നഗരങ്ങളും കനത്ത സുരക്ഷാ വലയത്തിലാണ്. ടെൽ അവീവിന് സമീപമുള്ള ഒരു ചെറുപട്ടണത്തിലാണ് ഇന്നലെ സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനത്തെ തുടർന്ന് ബസ്സുകളും അതുപോലെ തന്നെ വിമാനങ്ങളും അതുപോലെ മറ്റ് യാത്രാ മാർഗങ്ങളും പൊതുഗതാഗതങ്ങളും എല്ലാം നിർത്തിവെച്ച് കൃത്യമായ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇസ്രായേലിൻ്റെ നഗരങ്ങളെല്ലാം കനത്ത ജാഗ്രതയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഹമാസ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഒരു ശ്രമം ഉണ്ടായി എങ്കിൽ തീർച്ചയായും വെടിനിർത്തൽ കരാർ അതിൻ്റെ ഭാവി ചോദ്യം ചെയ്യപ്പെടും. എന്തായാലും ഇസ്രായേൽ ഇതുകൂടി, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ 4 ബന്ദികളെ ഹമാസ് ഭീകരർ കൈമാറിയത്. ഈ 4 പേരിൽ 2 പേർ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു എന്നതോർക്കണം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം മുഴുവൻ ഇന്നലെ നടുക്കത്തിലായിരുന്നു. അവർ വലിയ ദുഃഖത്തിലായിരുന്നു. ദുഃഖം കടിച്ചമർത്തിയാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം ഇന്നലെ ഉണ്ടായിരുന്നത്. അതായത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് പെട്ടിയിലാക്കി അവരുടെ അമ്മയെയും പെട്ടിയിലാക്കിയാണ് ഇന്നലെ ഹമാസ് ഇവർക്ക് ഇസ്രായേലിന് കൈമാറിയത്. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലാണ് ഈ ബന്ദികൾ മരിച്ചത് എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. എങ്കിലും ഇതിന് തെളിവ് ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇസ്രായേൽ ഇപ്പോഴും ഈ കൊലപാതകത്തിന് പിന്നിൽ ഹമാസ് ആണോ എന്ന് സംശയിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ഒരു സ്ഫോടനത്തിലും ഹമാസിന് പങ്കുണ്ട് എന്ന തെളിവുകൾ ഇസ്രായേലിന് ലഭിച്ചാൽ തീർച്ചയായും വെടിനിർത്തലിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം മാറും എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.